ഭാവന, നമ്മളിപ്പോ ഇവിടെ വരേണ്ട കാര്യമില്ലായിരുന്നു. വരണം സൂര്യ. ബുദ്ധിപൂർവ്വം നമ്മളെല്ലാം വിട്ടികളാക്കാൻ നോക്കിയവരല്ലേ. ഇപ്പോഴും ആ വസ്തു എവിടാണെന്നും അതിന് എത്രത്തോളം വിലയുണ്ടെന്നും നമ്മൾ അറിഞ്ഞൊന്നും ഇവരറിഞ്ഞിട്ടുണ്ടാവില്ല. ഈ വീട്ടിൽ വന്ന് തല്ലുണ്ടാക്കിയ എന്നെ സാധാരണഗതിയിൽ ഈ വീടിന്റെ പടി കയറ്റില്ല. പക്ഷെ ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത് മറ്റൊന്നാ, സ്വീകരണം. താൻ എന്താ ഉദ്ദേശിക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വേറെ ഒന്നുമല്ല സൂര്യ, ആ വസ്തു എവിടെയാണെന്നും അതിന്റെ വാല്യൂ എത്രയാണെന്നും നമ്മൾ അറിഞ്ഞതായിട്ടൊന്ന് ബോധ്യപ്പെടുത്തണം. പിന്നെ അവരുടെ നീക്കം എന്താണെന്ന് അറിയാലോ. മോഹമാം വിളിച്ചിട്ടാണല്ലോ നമ്മൾ വന്നത്. അതുകൊണ്ട് ആരുടെയും ജാടയും കാണണ്ട. ഭാവന, സൂര്യ, ഭാഗത്തേക്കിരിക്കാം. വരൂ. എന്താ മാമ, എന്തിനാ ഞങ്ങളോട് വരാൻ പറഞ്ഞ? ഒന്ന്, അമ്മയോട് ഭാവന സംസാരിക്കാന്ന് പറഞ്ഞു. അതെന്തായെന്നറിയണം. മറ്റൊന്ന്, കഴിഞ്ഞതൊക്കെ മറന്നിട്ട് ഭാനുവിന്റെയും ജയേഷിന്റെയും കല്യാണത്തെക്കുറിച്ച് ഒന്നുകൂടെ നമുക്കൊന്ന് ആലോചിക്കണം. സത്യം പറഞ്ഞ ഒന്നും മനഃപൂർവ്വം സംഭവിച്ചതല്ല, എല്ലാം സംഭവിച്ചു പോയതാ. പിന്നെ ഭാവന എന്റെ അമ്മയെ കണ്ടിട്ടില്ലല്ലോ. രാജലക്ഷ്മി,